പ്രധാനമന്ത്രിയെയും മാതാവിനെയും അധിക്ഷേപിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരായ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ്. ജാൻമണിയെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് മഹിളാ മോർച്ചയുടെ നീക്കം. നാളെ സംസ്ഥാനത്തുടനീളമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പരാതികൾ നൽകും. മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി പല ഘട്ടങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മാതാവിനെയും മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് ജാൻമണിക്കെതിരെ മഹിളാ മോർച്ചയുടെ പരാതി. ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാവുന്ന ഒരു ഫ്രീഡം അല്ല നമുക്കുള്ളത്, ആ റൈറ്റ് അല്ല നമുക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പരാമർശങ്ങൾ വരുന്ന സമയത്ത് അതിനെ സമൂഹത്തിൽ ചോദ്യം ചെയ്യേണ്ടത് മഹിളാ മോർച്ചയുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെ ധാർമ്മികതയാണ്. അതുകൊണ്ടാണ് ഇന്ന് പോലീസ് കമ്മീഷണർ മുമ്പാകെ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ മോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ജാൻമണിയുടെ വീഡിയോക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ മാപ്പ് പറഞ്ഞുകൊണ്ട് ജാൻമണി രംഗത്ത് വന്നിരുന്നു. മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും ബോധപൂർവമായ അധിക്ഷേപമാണ് ഉണ്ടായതെന്നും നവ്യ ഹരിദാസ് പറഞ്ഞു. മലയാളം ഭാഷയിലുള്ള അവരുടെ പ്രാവീണ്യം കുറവ് കൊണ്ടല്ല, കൃത്യമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് അവർ സൂചിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഉപയോഗിക്കേണ്ട പദങ്ങളെല്ലാം തന്നെ വീഡിയോ അവർ ഡിലീറ്റ് ചെയ്താലും മറ്റു പല മാധ്യമങ്ങളിലൂടെയും ഇന്നും ആ വീഡിയോ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് എത്ര മോശം പരാമർശങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നും അതും തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള പരാമർശങ്ങൾ. നാളെ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ജാൻമണിക്കെതിരെ പരാതി നൽകും. ഇതോടെ ജാൻമണിക്ക് കുരുക്ക് മുറുകുകയാണ്. ജനം, കോഴിക്കോട്.